ഇന്ന് മന്ത്രി മറുപടി പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തെ ആകെ പ്രതിപക്ഷം അടച്ചാക്ഷേപിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷമാണ് ഇരുട്ടിൽ തപ്പുന്നത്. ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു ബദൽ നിർദ്ദേശങ്ങൾ പോലും മുന്നോട്ട് വെക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. കുറ്റപ്പെടുത്തലുകൾ, മന്ത്രിയോടുള്ള വിരോധം, ഇതിനപ്പുറത്തേക്ക് കൺസ്ട്രക്റ്റീവായിട്ടുള്ള സജഷൻസ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടുകൂടിയാണോ അവസാനം വരെ ഇരിക്കാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നത്? ചെലവ് കൂടുതലാണ്, സർക്കാർ ആശുപത്രികളിലാണ് ചെലവ് കൂടുതൽ, സ്വകാര്യ ആശുപത്രിയേക്കാൾ എന്നൊരു പ്രതിപക്ഷ MLA പറയുന്ന അവസ്ഥയുണ്ടായി. അത് വാദം പിൻവലിക്കണം എന്ന് പ്രതിപക്ഷത്തിന് അവകാശപ്പെടാൻ കഴിഞ്ഞു. പല പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടത് പകരുന്നില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയും വിധം പെരുമാറിയതിനെക്കുറിച്ച്, ഇടപെട്ടതിനെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് മങ്കി പോക്സ്, 2 സിക്ക. അതുപോലെ ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം കൊടുക്കുന്നുണ്ട്. ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും കാത്ത് ലാബുകൾ കൊണ്ടുവന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. നേരത്തെ ഉണ്ടായിരുന്ന ആൻജിയോപ്ലാസ്റ്റിയുടെ ചെലവ് വല്ലാതെ കുറഞ്ഞു. ക്യാൻസറുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് ഈ കാർട്ടിസെൽ തെറാപ്പി കൊണ്ടുവന്നത് കൊച്ചിയിലേക്ക് വന്നാൽ കൊച്ചിയിലെ മലബാർ കൊച്ചി ക്യാൻസർ സെൻറ്റർ വേണ്ട എന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. അതിന് ഏറ്റവും വലിയൊരു ക്യാൻസർ സെൻ്ററായി മധ്യ കേരളത്തിൽ കൊച്ചിയിലെ ക്യാൻസർ സെൻ്ററിനെ മാറ്റി. അപ്പോൾ അതുപോലെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 40 മുതൽ 45 ലക്ഷം വരെയാണ് ചിലവ്. സൗജന്യ നിരക്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിച്ചിരിക്കുന്നു, 3 2022 മുതൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ സർക്കാർ ഇതൊരവസരമാക്കി മാറ്റിയില്ലേ? നിങ്ങൾ ഒരു സാധ്യത ഇട്ടുകൊടുത്തു, സർക്കാർ അതിൽ കയറി പിടിച്ചു. സർക്കാർ ഈ കാര്യങ്ങൾ ഓരോന്നും ഒരു പബ്ലിക് ഡൊമൈനിൽ ചർച്ചയാക്കും വിധത്തിലേക്ക് സർക്കാർ ഇതിനെ അവസരമാക്കി മാറ്റിയില്ലേ? കാര്യങ്ങൾ വിശദീകരിക്കാൻ ജനങ്ങളോട് പറയാൻ.